ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ റെയിൻബോ കളറ് ബീഡ്സില്ലേ, റെയിൻബോ കളറല്ല, കുറച്ചിങ്ങനെ ഡബിൾ ഷെയ്ഡ് വരുന്ന പോലത്തെ ബീഡ്സ് അതും വേണം. പിന്നെ ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളറ് ബീഡ്സും വേണം. ഗോൾഡൻ അല്ല, കോപ്പർ ഷെയ്ഡാണ് കേട്ടോ അത്. അപ്പോൾ ഡിസൈൻ നമുക്ക് വേറെ ഒന്നുമില്ല, നമ്മുടെ നെക്ക് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബോർഡർ അറിയാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു ബോർഡർ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒന്നും നമ്മളൊന്നും ചെയ്യണമൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെക്ക് ലൈനിൽ ഇതുപോലെ ഗോൾഡൻ്റെ ബീഡ്സ് എടുത്തിട്ട്, ഇത് വളരെ സിമ്പിളാട്ടോ, വേറെ പണികളൊന്നുമില്ല. നെക്ക് ലൈനിൽ നമ്മൾ ഇതുപോലത്തെ ഗോൾഡൻ്റെ ചെറിയ ബീഡ്സ് എടുത്തിട്ട് ലൈനിൽ ഇങ്ങനെ കൊടുക്കുകയാണ്. ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കൊടുക്കണേ. ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ല ഫിനിഷിങ് കിട്ടാനായിട്ട്, മേലെ കണ്ടോ ഇടയിൽ ഗ്യാപ്പ് വന്നേക്കണേ, അതില്ലാതിരിക്കാനായിട്ട് നമ്മളിപ്പോൾ കുത്തിയേക്കണേൻ്റെ താഴത്തെ മുത്തുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നല്ല ഇങ്ങനെ അടുപ്പിച്ച് നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്യാപ്പ് വരും. അപ്പോൾ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ അതിനായിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്, മുത്തിൻ്റെ ഉള്ളിൽ കൂടി, ലാസ്റ്റത്തെ മുത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ സൂചി കുത്തിയിട്ട് ഇങ്ങനെ എടുക്കേണ്ടത്. അപ്പോൾ അതും ഈ മുത്തുകൾ തുന്നിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത ലെയറിലാണ് നമ്മളുടെ റെയിൻബോ കളർ എന്ന് പറഞ്ഞില്ലേ, റെയിൻബോ കളർ ആണോ എനിക്കറിയില്ല, ഇങ്ങനെ കുറച്ചൊരു ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു വയലറ്റും ഗോൾഡൻ വന്നിട്ട് ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ ഇത്. ആ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ അടുത്ത ലൈൻ കൊടുക്കുകയാണ്. ഈ 2 എണ്ണം വെച്ചിട്ട് തന്നെ ഉള്ളൂ. പിന്നെ ഉള്ളത് ഒരു മുത്താണ്, വയലറ്റ് കളറിൽ അതിനായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു വയലറ്റ് കളറിലുള്ള മുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതും വെച്ചിട്ടാണ് കേട്ടോ ഈ ഡിസൈൻ ചെയ്യണേ, അല്ല വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഫസ്റ്റത്തെ ലെയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ഈ കളർ മുത്തില്ലേ, ഇതെടുത്തിട്ട് നമ്മൾ അടുത്ത ലൈൻ എന്ന പോലെ ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇച്ചിരി മുത്തുകൾ എടുത്തിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എടുത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഗോൾഡൻ ബീഡ്സ് ചെയ്ത പോലെ തന്നെ ഇതും ഫുള്ള് നെക്ക് ലൈനിൽ ഫുള്ള് ലൈന്. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റത്തെ ലൈൻ കൊടുത്തില്ലേ, അപ്പോൾ ഇനി ഇത് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അത് എന്തായാലും അത് കറക്റ്റ് ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ ഇരുന്നോളും, നമുക്ക് ലൈനൊന്നും തെറ്റിപ്പോവാണ്ട്. ഗോൾഡൻ ബീഡ്സിൻ്റെ അടുത്ത് തന്നെ സൂചി കുത്തിയെടുക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് പറ്റും, രണ്ടാമത്തെ ലെയർ കൊടുക്കാനായിട്ട്. ഇനി വീണ്ടും 3ാമത്തെ ലെയർ കൊടുക്കുകയാണ്. അത് സെയിം ഈ ഗോൾഡൻ്റെ ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ്. ഗോൾഡൻ അല്ല കേട്ടോ, ഇതൊരു കോപ്പർ ഷെയ്ഡ് പോലെ വരുന്നൊരു ബീഡ്സാണ്. ഇതും നല്ല ഭംഗിയാണ്, നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ കളർ ബീഡ്സുമായിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതും ഞാനിതുപോലെ ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് അതും കംപ്ലീറ്റ് ചെയ്യാണ്. അതിന് ശേഷമാണ് അടുത്ത ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ 3 ലൈൻ നമ്മളിതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻബോ കളർ ബീഡ്സിൽ ഒരു 10 എണ്ണം വെച്ചിട്ട് എടുത്താൽ മതി. വല്ലാണ്ട് നീട്ടമൊന്നും വേണ്ട. നീട്ടം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയധികം ഒരു 10-15 മുത്തുകൾ എടുക്കാം. ഞാൻ 10 എണ്ണം വെച്ചിട്ടാണ് ചെയ്യണേ. എന്നിട്ട് ഈ വലിയ ബീഡ്സ് ഉണ്ടല്ലോ, അത് ലാസ്റ്റ് ഒന്ന് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തുന്നി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ലൈന് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടാന്ന് വെച്ചാൽ ആ ലാസ്റ്റത്തെ ആ വലിയ മുത്തുണ്ടല്ലോ, അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ അതുമ്മൽ മുട്ടിയിട്ട് ഇങ്ങനെ ശരിക്കല്ലാണ്ട് നിൽക്കും. അപ്പോൾ ഇച്ചിരി ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ അടുത്ത ലൈൻ ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എക്സ്ട്രാ വല്ല പൂക്കളോ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇനി ഇങ്ങനത്തെ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെ മതി. നല്ലൊരു ഫിനിഷിംഗ് ആണ്. നല്ല ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നല്ല ഇതിൽ കിടന്നോളും. നല്ല ടൈറ്റായി നല്ല ഭംഗിയിൽ തുന്നി കുഴിച്ചിട്ട് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ ഈ ഡിസൈന്. ഇത് വൈറ്റ് കളറിലാണ് ഞാൻ തുന്നിയേക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് കളർ അല്ലെങ്കിൽ ഇത് വൈറ്റല്ല, മറ്റേ ഓഫ് വൈറ്റാണ്. ഓഫ് വൈറ്റിലോ വൈറ്റിലോ ഏത് മെറ്റീരിയലും ഏത് കളർ മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ മുത്ത് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് നമ്മൾ നെക്കിൽ ഫുള്ള് ചെയ്യുന്നത്. ഈ മുത്ത് വെച്ചിട്ടുള്ള വർക്ക് തന്നെയാണ് കേട്ടോ. ഇതിൽ വേറെ ഇനി ഒന്നും ചെയ്യണില്ല.
ഇത്ര തന്നെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.